ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്രാൻസ്ഫോമറിൻ്റെ 8ാമത്തെ ക്ലാസ്സാണ്. ട്രാൻസ്ഫോമർ ചാപ്റ്ററിലെ 8ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് പാരലൽ ഓപ്പറേഷൻ ഓഫ് 2 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എഫിഷ്യൻസി, ട്രാൻസ്ഫോമറിൻ്റെ റെഗുലേഷൻ, ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് 2 ട്രാൻസ്ഫോമറുകൾ പാരലലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. അതാണ് പാരലൽ ഓപ്പറേഷൻ. പാരലൽ ഓപ്പറേഷനാണ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ പാരലൽ ഓപ്പറേഷനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ലെസൺ ദ ട്രെയിനി ഷാൾ ബി ഏബിൾ ടു ഒന്നാമത് സ്റ്റേറ്റ് ദി നെസസിറ്റി ഓഫ് പാരലൽ ഓപ്പറേഷൻ ഓഫ് ട്രാൻസ്ഫോമർ. അല്ലേ, പാരലൽ ഓപ്പറേഷൻ പറയണമെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ അതിൻ്റെ ആവശ്യകതയാണ് ഫസ്റ്റ് പറയുന്നത്. രണ്ടാമതായിട്ട് സ്റ്റേറ്റ് ദി കണ്ടീഷൻ ടു ബി ഫുൾഫിൽഡ് ഫോർ ദി പാരലൽ ഓപ്പറേഷൻ ഓഫ് ട്രാൻസ്ഫോമർ. അങ്ങനെ പാരലൽ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻ ഫുൾഫിൽ ആയാൽ മാത്രമേ, കണ്ടീഷൻ ഒത്തു വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാരലൽ ഓപ്പറേഷൻ നമുക്ക് 2 ട്രാൻസ്ഫോമറുകൾ തമ്മിൽ പാരലലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കണ്ടീഷൻസ് ഏതൊക്കെയെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അവസാനമായിട്ട് ആ കണ്ടീഷനിലുള്ള ഒരു കാര്യമാണ് പൊളാരിറ്റി സെയിം ആണെന്ന് ആ കണ്ടീഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ എക്സ്പ്ലെയിൻ ഹൗ ടു ഡിറ്റർമൈൻ ദി പൊളാരിറ്റി ടെർമിനൽസ് ഓഫ് ട്രാൻസ്ഫോമറിൻ്റെ ടെർമിനലുകളുടെ പൊളാരിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള കാര്യവുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അതിനെ നെസസിറ്റി ഓഫ് പാരലൽ ഓപ്പറേഷൻ ഓഫ് ട്രാൻസ്ഫോമർ പാരലലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ആവശ്യകത എന്തൊക്കെയാണ്, അതിൻ്റെ മെച്ചം, അല്ലേ, നമ്മളങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യം? അപ്പോൾ ആദ്യം തന്നെ വെൻ ദ പവർ ഡിമാൻഡ് ഓഫ് ദ ലോഡ് ഇൻക്രീസ്ഡ്. നമുക്ക് അറിയാം KSEB ആണ് നമുക്ക് സപ്ലൈ തരുന്നത്. അപ്പോൾ ആ KSEB സപ്ലൈ തരുന്ന സമയത്ത് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രികളിലൊക്കെ എന്താണ്, ചില സമയങ്ങളിൽ കൂടുതൽ കറണ്ട്, അല്ലേ, ലോഡ് എടുക്കും, ചില സമയങ്ങളിൽ കുറച്ച് സമയമായിരിക്കും. ഏറ്റവും കൂടുതൽ ലോഡ് എടുക്കുന്ന പീക്ക് ടൈം എന്നാണ് നമ്മൾ പറയുക. അത് വൈകുന്നേരം 6 PM മുതൽ 10 PM വരെയാണ്. എന്ന് പറഞ്ഞാൽ രാത്രി, അല്ലേ, വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്തിനാണ് പീക്ക് അവർ എന്ന് സാധാരണ പറയുക. ആ പീക്ക് അവറിൽ എന്ത് ചെയ്യും, എല്ലാവരും ലൈറ്റ് തെളിയിക്കും, അല്ലേ, എല്ലാവർക്കും ലൈറ്റ് തെളിയിക്കും, എല്ലാവരും. അങ്ങനെ ആ സമയത്ത് എന്താണ്, കൂടുതൽ പവർ നമുക്ക് ആവശ്യമായി വരും. അങ്ങനെ കൂടുതൽ പവർ ആവശ്യമാവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, 2 3 1 അല്ലേ, 2 അതിലധികമോ ട്രാൻസ്ഫോമറുകൾ എന്ത് ചെയ്യും, പാരലലായിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ സമയത്തുള്ള, അല്ലേ, പീക്ക് അവറിൽ കൂടുതൽ പവർ വേണ്ട സമയത്ത് നമ്മൾ 2 അതിലധികമോ ട്രാൻസ്ഫോമറുകൾ നമ്മൾ എന്ത് ചെയ്യും, പാരലലായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ പവർ കൂടുതൽ നമുക്ക് ലഭിക്കും. ഇനി അതേപോലെ തന്നെ വെൻ ദ പവർ ഡിമാൻഡ് ഡിക്രീസസ്, അല്ലെ, പകൽ സമയങ്ങളിലൊക്കെ എന്താണ്, പവർ കുറച്ച് മതിയാവും. ആ സമയത്ത് എന്താണ്, കുറച്ച് ട്രാൻസ്ഫോമറുകൾ മാത്രം അതിൻ്റെ ഫുൾ ലോഡ് കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്താൽ മതിയാകും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള നമുക്ക് എത്രയാണോ ഫുൾ ലോഡിൽ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്ഫോമറുകൾ മാത്രം നിർത്തി ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും, റിമൈനിങ് ട്രാൻസ്ഫോമേഴ്സ് മേ ബി സ്വിച്ച്ഡ് ഓഫ്, ബാക്കിയുള്ളതൊക്കെ സ്വിച്ച് ഓഫ് ആക്കാം. അപ്പോൾ പാരലലായിട്ട് ഓപ്പറേറ്റ് പിന്നെ കൂടുതൽ ഡിമാൻഡ്, നമ്മൾ പവർ ഡിമാൻഡ് വരികയാണെങ്കിൽ കൂടുതൽ നമുക്ക് ട്രാൻസ്ഫോമറുകൾ പാരലലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അല്ലാത്ത സമയത്ത് നമുക്ക് ബാക്കിയുള്ള പിന്നെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് മെയിൻ്റനൻസിനോ സർവീസിനോ ഒക്കെ ബാക്കിയുള്ള ട്രാൻസ്ഫോമറുകൾക്ക് നമുക്ക് ആ സ്വിച്ച് ഓഫ് ചെയ്യുന്ന ട്രാൻസ്ഫോമറുകൾ നമുക്ക് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അക്കാരണം കൊണ്ട് തന്നെ എഫിഷ്യൻസി കൂടും, അതുപോലെ തന്നെ ട്രാൻസ്ഫോമറുടെ ലൈഫ് ഇൻക്രീസ് ചെയ്യും, അതുതന്നെ ലോസ് കുറയും. ഇങ്ങനത്തെ മെച്ചങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് മോർ റിലയബിലിറ്റി ഓഫ് പവറിൽ എന്താണ്, പിന്നെ സ്ഥിരത നമുക്ക് ഈ പാരലൽ ഓപ്പറേഷൻ കൊണ്ട് കിട്ടും. അതിൻ്റെ കാരണം എന്താണ്, ഒരു ട്രാൻസ്ഫോമർ, അല്ലേ, നമുക്ക് എപ്പോഴും സപ്ലൈ നമുക്ക് ഒരു പിന്നെ കൺസ്യൂമർക്ക് നൽകാൻ പറ്റും. എന്താണ് അതിൻ്റെ കാരണം, ട്രാൻസ്ഫോമർ ഒന്ന് ഫെയിലായി, അല്ലേ, ഒന്ന് ഫെയിലായി അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമർ സർവീസിന് വെക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ്, ബാക്കിയുള്ള ട്രാൻസ്ഫോമറുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സപ്ലൈ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. പാരലലായിട്ട് കണക്ട് ചെയ്തതെന്നും ഒന്ന് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സപ്ലൈ കൊടുക്കാൻ പറ്റും. ഇതിന് പകരം, അല്ലേ, കുറേ ട്രാൻസ്ഫോമറുകൾ പാരലലായിട്ട് കൊടുക്കുന്നതിന് പകരം വലിയൊരു ട്രാൻസ്ഫോമറാണ് നമ്മൾ കൊടുത്തതെങ്കിൽ എന്ത് ചെയ്യാൻ, ആ ട്രാൻസ്ഫോമർ അല്ലെ ഓഫാക്കിയിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കെന്ത് ചെയ്യും, സപ്ലൈ, അല്ലേ, ആ സപ്ലൈ നമുക്ക് ഡിസ്കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ കൺസ്യൂമർക്ക് സപ്ലൈ കിട്ടാതാവും. എന്നാൽ പാരലലായിട്ട് കുറച്ച് ട്രാൻസ്ഫോമറുകൾ,
അല്ലേ? നമുക്ക് പാരലായിട്ട് പിന്നെ ലോഡ് ചെറിയ ചെറിയ ട്രാൻസ്ഫോമറുകൾ പാരലായിട്ട് വലിയൊരു ട്രാൻസ്ഫോമറിൻ്റെ അതേ പവർ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് മെയിൻ്റനൻസ് വന്നാൽ ആ ചെറിയ ഒരു ട്രാൻസ്ഫോമർ മാത്രം ഏതാണോ മെയിൻ്റനൻസ് വന്ന ട്രാൻസ്ഫോമർ ആ ട്രാൻസ്ഫോമർ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ ഇതാൽ മതി, നമുക്ക് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് നമ്മൾ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ മതി, ബാക്കിയുള്ളതൊക്കെ നമുക്ക് സപ്ലൈ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വലിയൊരു ട്രാൻസ്ഫോമർ സിംഗിൾ ഫേസിൻ്റെ അല്ലേ ഒരു സിംഗിൾ വെരി ലാർജ് കപ്പാസിറ്റിയിൽ ഒരു സിംഗിൾ ട്രാൻസ്ഫോമർ നമ്മൾ നിർമ്മിക്കുക എന്നുള്ളത് എന്താണ്, ചിലവ് വളരെ കൂടിയതാണ്, എക്കണോമിക്കലല്ല. അപ്പോൾ നമുക്ക് വലിയൊരു ട്രാൻസ്ഫോമർ നിർമ്മിക്കൽ ചിലവ് വളരെ കൂടിയൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഓപ്പറേഷൻ ഓഫ് 2 or more numbers of utility capacity transformer in parallel is more economical എന്നാണ്. 2 ചെറിയ ട്രാൻസ്ഫോമറുകൾ ഉണ്ടാക്കാൻ ചിലവ് കുറവാണ്. അപ്പോൾ ആ ചെറിയ 2 ട്രാൻസ്ഫോമർ പാരലായിട്ട് കണക്ട് ചെയ്ത് വലിയൊരു ട്രാൻസ്ഫോമറിൻ്റെ അതേ പവർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യലാണ് എക്കണോമിക്കൽ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെയിൻ്റനൻസ് അല്ലേ, ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോമറിന് വലിയൊരു ട്രാൻസ്ഫോമർ മാത്രമാണെങ്കിൽ മെയിൻ്റനൻസ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു അത് ഓഫ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ചെറിയ കുറേ ട്രാൻസ്ഫോമറുകൾ വലിയൊരു ട്രാൻസ്ഫോമറിൻ്റെ അതേ കപ്പാസിറ്റി നമുക്ക് പാരലായിട്ട് കണക്ട് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോമർ മെയിൻ്റനൻസിന് വന്നാൽ ആ ട്രാൻസ്ഫോമർ മാത്രം ഓഫാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളതൊക്കെ സപ്ലൈ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് മെയിൻ്റനൻസിൻ്റെ ഷെഡ്യൂൾ ഈസി ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസിൻ്റെ കോസ്റ്റ് അതുപോലെ തന്നെ സ്പെയറുകൾ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ ആവശ്യകത അല്ലേ. എന്താണ് പാരലായിട്ട് ട്രാൻസ്ഫോമറുകൾ കൊടുത്തിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യകതയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി പാരലായിട്ട് 2 ട്രാൻസ്ഫോമറുകൾ ഉദാഹരണത്തിന് 2 ട്രാൻസ്ഫോമറുകൾ പാരലായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഒത്തു വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പാരലായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, 2 ട്രാൻസ്ഫോമറുകൾ പാരലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് ആ കണ്ടീഷൻസ് നോക്കാം. ഒന്നാമതായിട്ട് സെയിം വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറിയിലും സെക്കൻഡറിയിലും 2 ട്രാൻസ്ഫോമറിൻ്റെയും സെയിം വോൾട്ടേജ് റേറ്റിംഗ് സെയിം ആയിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, സെയിം ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആയിരിക്കണം അല്ലേ. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു, V2/V1 അല്ലേ. V2/V1 കണ്ടാൽ അല്ലെങ്കിൽ N2/N1 കണ്ടാൽ അല്ലെങ്കിൽ I1/I2 കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കണ്ടുപിടിക്കാം. ആ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ സെയിം ആയിരിക്കണം. അപ്പോൾ സെയിം വോൾട്ടേജ് റേറ്റിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് സെയിം ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആയിരിക്കണം. അതുപോലെ തന്നെ സെയിം ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ എന്നാൽ 50 ഹെർട്സിൻ്റെ ഒരു ട്രാൻസ്ഫോമറും 60 ഹെർട്സിൻ്റെ ഒരു ട്രാൻസ്ഫോമറും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പാരലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടും എന്തായിരിക്കണം, 50 ഹെർട്സിൻ്റെതാണെങ്കിൽ 50 ഹെർട്സിൻ്റെതായിരിക്കണം. സെയിം ഫ്രീക്വൻസി ആയിരിക്കണം 2 ട്രാൻസ്ഫോമറിനും. അതുപോലെ തന്നെ സെയിം പൊളാരിറ്റി 2 ട്രാൻസ്ഫോമറിൻ്റെയും നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇല്ലേ നമ്മൾ ട്രാൻസ്ഫോമറുകൾ കണക്ട് ചെയ്യുമ്പോൾ അതിൽ കണക്ട് ചെയ്യണത് എന്ത് ചെയ്യണം, സെയിം പൊളാരിറ്റി ആയിരിക്കണം. എന്താണ് ഈ സെയിം പൊളാരിറ്റി എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് പറയുന്നുണ്ട്. അതാണ് ഇത് എന്തിനാണ് സെയിം പൊളാരിറ്റി ആണെന്ന് ചോദിച്ചാൽ ടു അവോയ്ഡ് ലൂപ്പ് കറണ്ട് ഒഴിവാക്കാനും വേണ്ടിയാണ് സെയിം പൊളാരിറ്റി ആയിരിക്കേണ്ടത്. അപ്പോൾ ആ സെയിം പൊളാരിറ്റി കണ്ടുപിടിക്കൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നോക്കുക, സെയിം വോൾട്ടേജ് റേറ്റിംഗ്, സെയിം ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ അല്ലേ, വോൾട്ടേജ് റേറ്റിംഗ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, പിന്നെ സെയിം ഫ്രീക്വൻസി ആയിരിക്കണം, പിന്നെ എന്താണ് സെയിം പൊളാരിറ്റിയും ആയിരിക്കണം. പിന്നെ ഒരു കാര്യം കൂടി, ദി പെർസെൻറ്റേജ് ഇമ്പിഡൻസ് ഷുഡ് ബി ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്. ഇതിൻ്റെ പെർസെൻറ്റേജ് ഇമ്പിഡൻസും സെയിം ആയിരിക്കണം. നമ്മൾ പെർസെൻറ്റേജ് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗമൊന്നും ഇപ്പോൾ നമ്മൾ പറയുന്നില്ല. നിങ്ങൾ ആരെങ്കിലും കൂടുതലായിട്ട് പോളിയിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ കൂടുതലായിട്ട് പഠിക്കും. അപ്പോൾ ഈ കണ്ടീഷൻസ് നമ്മൾ നിർബന്ധമായും ഓർത്തിരിക്കണം. ഒന്ന്, സെയിം വോൾട്ടേജ് റേറ്റിംഗ് ആയിരിക്കണം, പിന്നെ സെയിം ഫ്രീക്വൻസി ആയിരിക്കണം, സെയിം പൊളാരിറ്റി ആയിരിക്കണം, പിന്നെ പെർസെൻറ്റേജ് ഇമ്പിഡൻസ് സെയിം ആയിരിക്കണം. ഈ 4 കണ്ടീഷൻസുകൾ കറക്റ്റായാൽ മാത്രമേ ഒരു ട്രാൻസ്ഫോമർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാരലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഒന്നാമത്തേത് വോൾട്ടേജ് റേറ്റിംഗ് എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ സെയിം ആയാലും മതി. ഇനി നോക്കുക, 3 ഫേസ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഒരു കണ്ടീഷൻ കൂടി എക്സ്ട്രാ വരും. 3 ഫേസ് ട്രാൻസ്ഫോമർ ആകുമ്പോൾ അതിൻ്റെ ഫേസ് സീക്വൻസും കൂടി നോക്കണം, RYB സെയിം ആയിരിക്കണം. അപ്പോൾ 3 ഫേസ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ സെയിം ഫേസ് സീക്വൻസ് ഓഫ് 3 ഫേസ് ട്രാൻസ്ഫോമർ അല്ലേ, സെയിം ഫേസ് സീക്വൻസും ആയിരിക്കണം. Rലേക്കും Yയിലേക്കും Bയിലേക്കും കണക്ട് ചെയ്യും. RYB കണക്ട് സെയിം ആയിരിക്കണം കണക്ട് ചെയ്യണത്. അതും കൂടിയുണ്ട് 3 ഫേസ് ട്രാൻസ്ഫോമർ ആകുമ്പോൾ. അപ്പോൾ ഈ കണ്ടീഷൻ ഇടയ്ക്ക് ചോദിക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാവരും ഓർത്ത് വെക്കുക. ഇനി നോക്കുക, 2 ട്രാൻസ്ഫോമറുകളാണ്.
അല്ലേ, ഇത് 2 ട്രാൻസ്ഫോമറുകളാണ്. അത് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നോക്കുക, പ്രൈമറി ബസ് ബാറാണ്. പ്രൈമറിയിൽ 240 വോൾട്ടാണ് നമ്മൾ ഒരു ഉദാഹരണത്തിന് ഇത് 240 വോൾട്ടാണെങ്കിൽ ഫേസും ന്യൂട്രുമാണ്. ഇവിടെ ഒരു 440 ആണെങ്കിൽ അതിൻ്റെ ഫേസും ന്യൂട്രുമാണ്. ഇത് അതിൻ്റെ ബസ് ബാറുകൾ ഇതിങ്ങനെ പോണതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പാരലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം 2 ട്രാൻസ്ഫോമറുകൾ. അതിന് ആദ്യം നമ്മൾ ഈ 2 ട്രാൻസ്ഫോമറിലേക്കും നമ്മൾ എന്ത് ചെയ്യണം, അല്ലേ, ഇവിടെ ഫേസ് കൊടുക്കുകയാണെങ്കിൽ 2 ട്രാൻസ്ഫോമറിലേക്ക് എത്തണ്ടേ. അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുക, 2 ട്രാൻസ്ഫോമറിലേക്ക് എത്തുന്ന രീതിയിൽ ഇവിടെ പ്രൈമറിയിൽ കണക്ട് ചെയ്യുക, അതുപോലെ സെക്കൻഡറിയിലും കണക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പ്രൈമറിയിലേക്ക്, അല്ലേ, ഫേസാണ് കൊടുക്കണമെങ്കിൽ പ്രൈമറിയിലേക്ക് രണ്ടിലേക്കും ഫേസ് എത്തി. ഇത് ന്യൂട്രലാണെങ്കിൽ 2ലേക്കും ന്യൂട്രലെത്തി. അതുപോലെ തന്നെ ഇവിടെയും ഫേസ് 2ലേക്കും എത്തി, ന്യൂട്രൽ 2ലേക്കും എത്തി. ഈ രീതിയിലാണ് നമ്മൾ പാരലൽ ഓപ്പറേഷനും വേണ്ടി കണക്ട് ചെയ്യുക. അപ്പോൾ ഈ ഇങ്ങനെ പാരലൽ ഓപ്പറേഷനും വേണ്ടി കണക്ട് ചെയ്യണമെങ്കിൽ, അല്ലേ, ഇത് കണക്ട് ഇങ്ങനെ നേരിട്ട് രണ്ടും കൂടി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, 4 കണ്ടീഷൻസ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഒത്തുവരണം. ഒത്തുവന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടീഷൻ ഫുൾഫിൽ ആയെങ്കിൽ മാത്രമേ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിലുള്ള എന്താണ്, വെരിഫിക്കേഷൻ ഓഫ് ടെർമിനൽസിൻ്റെ പൊളാരിറ്റി, ടെർമിനൽസ് കറക്റ്റായിട്ട് കണക്ട് ചെയ്യണം, അതിൻ്റെ പൊളാരിറ്റി സെയിം ആയിരിക്കണം നമ്മൾ പറഞ്ഞിരുന്നു. ആ പൊളാരിറ്റി വെരിഫൈ ചെയ്യാനുള്ള മാർഗ്ഗമാണ് നമ്മൾ പറയുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ പൊളാരിറ്റി, അല്ലേ, ഒരു ട്രാൻസ്ഫോമറിൻ്റെ ടെർമിനലുകളുടെ പൊളാരിറ്റി നമ്മൾ മാർക്ക് ചെയ്യണം. റിലേറ്റീവ് മാർക്കിംഗ് ടു ദി ടെർമിനൽസ് ഓഫ് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്. ഇത് നോക്കുക, റീച്ചിങ് ദി മാക്സിമം വാല്യൂ ഓഫ് EMF അറ്റ് ദ സെയിം ഇൻസ്റ്റൻറ്റ്. ഇതിൻ്റെ പൊളാരിറ്റി നോക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇത് ഈ ഒരേ സമയത്ത് പ്രൈമറിയിലും സെക്കൻഡറിയിലും 2 ട്രാൻസ്ഫോമറിൻ്റെയും 2 ട്രാൻസ്ഫോമർ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തത്, ആ 2 ട്രാൻസ്ഫോമറിൻ്റെയും പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും വോൾട്ടേജിൻ്റെ വാല്യൂ, EMFൻ്റെ വാല്യൂ മാക്സിമത്തിൽ എത്തുന്നത് സെയിം ഇൻസ്റ്റൻറ്റിലായിരിക്കണം. ആ സെയിം ഇൻസ്റ്റൻറ്റിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പൊളാരിറ്റി സെയിം ആയിട്ട് കണക്ട് ചെയ്യണം. പൊളാരിറ്റി സെയിം ഇൻസ്റ്റൻറ്റിലല്ല എന്ന് പറഞ്ഞാൽ 0യിലും മാക്സിമത്തിലും എത്തുന്നത്, EMF മാക്സിമത്തിൽ എത്തുന്നത് 2 ട്രാൻസ്ഫോമറിൻ്റെയും ഒരേ സമയത്തല്ല എങ്കിലുള്ള പ്രശ്നം എന്താണ്, അത് മാക്സിമത്തിൽ നിന്നും മറ്റത് മിനിമം ആണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ആ കറണ്ട് ഫ്ലോ എന്ത് ചെയ്യും, ഒരു ഷോർട്ട് സർക്യൂട്ടിന് കാരണമാവും. അപ്പോൾ ഈ EMFൻ്റെ വാല്യൂ, അല്ലേ, 2 പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും 2 ട്രാൻസ്ഫോമറിൻ്റെയും EMFൻ്റെ വാല്യൂ മാക്സിമത്തിൽ എത്തുന്ന ഒരേ സമയം ആയിരിക്കണമെങ്കിൽ ഇത് പൊളാരിറ്റി സെയിം ആയിരിക്കണം. അപ്പോൾ 2 ട്രാൻസ്ഫോമറുകൾ നമ്മൾ പാരലായിട്ട് പ്രൈമറിയും സെക്കൻഡറിയും പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ദി ടെർമിനൽസ് ഓഫ് ദ സെയിം പൊളാരിറ്റി ഓൺലി ക്യാൻ ബി കണക്റ്റഡ് ടുഗദർ. പരസ്പരം സെയിം പൊളാരിറ്റി മാത്രമേ നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റും. അല്ലാത്ത അല്ലെങ്കിലുള്ള കുഴപ്പം എന്താണ്, ഹെവി സർക്കുലേറ്റിംഗ് കറണ്ട് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദ വൈൻഡിങ്ങുകൾക്കിടയിൽ ഹെവി സർക്കുലേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അത് എന്താണ്, ഒരു ഷോർട്ട് സർക്യൂട്ടിൻ്റെ അതേ എഫക്റ്റാണ് ചെയ്യുക. അപ്പോൾ അത് കത്തിപ്പോകാനുള്ള സാധ്യത കൂടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യാൻ നോക്കുക. എങ്ങനെയാണ്, ഇതിപ്പോൾ ഒരു ട്രാൻസ്ഫോമറാണ്, അല്ലേ, ഒരു ട്രാൻസ്ഫോമറാണ്. അതിൻ്റെ ലോ വോൾട്ടേജും ഹൈ വോൾട്ടേജ് സൈഡുകൾ ഉണ്ടാവും, അല്ലേ, 2 സൈഡാണ്, പ്രൈമറി സെക്കൻഡറിയാണ്. അപ്പോൾ നമ്മളെന്താണ്, കണക്ട് 1 എൻഡ് ഓഫ് ദ ഹൈ വോൾട്ടേജ് വൈൻഡിങ് ടു 1 എൻഡ് ഓഫ് ദ ലോ വോൾട്ടേജ് വൈൻഡിങ്. ഒരു ലോ വോൾട്ടേജ്, അല്ലേ, ഇതിൽ നിന്നുള്ള ഇത് ഹൈ വോൾട്ടേജോ ലോ വോൾട്ടേജ്, ഇത് ഹൈ വോൾട്ടേജ് സൈഡായിട്ട് കണക്ട് ആക്കാം, ഇത് ലോ വോൾട്ടേജ് സൈഡായിട്ടാണ് ഇവിടെ കണക്കാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 2, അല്ലേ, ഒരു സൈഡ് ഇതിൻ്റെ ഈ 2ൻ്റെയും ഒരു വയറുകൾ എന്ത് ചെയ്യുക, തമ്മിൽ ജോയിൻ്റ് ചെയ്യുക. ഇവിടെ ഈ സെക്കൻഡറിയിലെയും പ്രൈമറിയിലെയും 2 വൈൻഡിങ്ങുകൾ തമ്മിൽ ഒരു സൈഡ് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക ഒന്നാമതായിട്ട്. ഇനി രണ്ടാമത്തെ എന്താണ്, കണക്ട് ചെയ്യുക വോൾട്ട് മീറ്റർ ബിറ്റ്വീൻ, അല്ലേ, 2 ഇവിടെ ബാക്കി ഉണ്ടാവും, അല്ലേ, 2 ഇവിടെ ജോയിൻ ചെയ്തു, 2 ബാക്കി ഉണ്ടാവും. അതിൻ്റെ സൈഡ് 2ൻ്റെ എൻഡിൽ എന്ത് ചെയ്യുക, ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു സൈഡിൽ സപ്ലൈ കൊടുക്കുക. അപ്ലൈ വോൾട്ടേജ് നോട്ട് ഗ്രേറ്റർ ദാൻ ദ റേറ്റഡ് വോൾട്ടേജ്. ഏത് സൈഡിലാണോ കൊടുക്കുന്നത് അവിടെ റേറ്റഡ് വോൾട്ടേജ് ആണ് കൊടുക്കേണ്ടത്. റേറ്റഡ് വോൾട്ടേജ് സപ്ലൈ നമ്മൾ കൊടുക്കുക. അത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ 2 വോൾട്ട് മീറ്ററിലും കാണിക്കുന്ന വോൾട്ടേജുകൾക്ക് ആനുപാതികമായിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. എന്ത്,
ഇതിൻ്റെ നമ്മൾ ഈ രണ്ട് വോൾട്ട് മീറ്ററിൻ്റെയും വോൾട്ടേജുകൾ നമ്മൾ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പൊളാരിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെയാണ് നോക്കുക, ഇഫ് V2 റീഡ്സ് ലെസ് ദാൻ V1, V2 ഏതാ അല്ലേ, V2 റീഡ്സ് ലെസ് ദാൻ V1 എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത കറണ്ട് ഇവിടെ 240 വോൾട്ടേജ് ആണ് ഇതിൻ്റെ റേറ്റഡ് കറണ്ട് വോൾട്ടേജ് എങ്കിൽ ഇവിടെ 240 വോൾട്ടേജ് ആയിരിക്കും കാണിക്കുക. അതിനേക്കാൾ കുറവാണ് ഇവിടെ V2 കാണിക്കുന്നത് എങ്കിൽ ഇവിടെ കൊടുത്ത വോൾട്ട് മീറ്ററിൽ നമ്മളെ നമ്മൾ കൊടുത്ത സപ്ലൈ വോൾട്ടേജിനേക്കാൾ കുറവാണ് കാണിക്കുന്നത് എങ്കിൽ എന്താണ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി EMF ആർ ഇൻ ഒപ്പോസിഷൻ. ഇവിടെ ഉണ്ടാണ് അല്ലേ പ്രൈമറി EMF എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാണ് ഫ്ലക്സ്, ഇവിടെ ഉണ്ടാണ് ഫ്ലക്സുമായിട്ട് ഓപ്പോസിറ്റ് ആയിരിക്കും. ആ ഓപ്പോസിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, ന്യൂട്രലൈസ് ചെയ്ത് പോകും. അപ്പോൾ കുറച്ച് മാത്രമേ വോൾട്ടേജ് ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണ്, ഇത് ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഓപ്പോസിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, സെയിം പൊളാരിറ്റിയാണ് നമ്മൾ കണക്ട് ചെയ്തതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഈ പോയിന്റിൽ നമ്മൾ ഏതാണ് കണക്ട് ചെയ്തതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തത് ഈ V2 ലെസ് ദാൻ V1 ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ V1 നമ്മൾ കൊടുത്ത സപ്ലൈ വോൾട്ടേജിനേക്കാൾ കുറവാണ് V2 കിട്ടുന്നത് എങ്കിൽ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തത് എന്തായിരിക്കും, സെയിം പൊളാരിറ്റി ആയിരിക്കും. അത് നെഗറ്റീവാണ് നെഗറ്റീവ്, പോസിറ്റീവാണ് പോസിറ്റീവ്, സെയിം പൊളാരിറ്റി ആയിരിക്കും നമ്മൾ ഇവിടെ കണക്ട് ചെയ്തതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ സെയിം പൊളാരിറ്റിയാണ് കണക്ട് ചെയ്തത് എങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേര് സബ്സ്ട്രാക്റ്റീവ് പൊളാരിറ്റി എന്നാണ് പറയുക. ഇങ്ങനെ സെയിം പൊളാരിറ്റിയാണ് നമ്മൾ കണക്ട് ചെയ്തെങ്കിൽ അതിനെ സബ്സ്ട്രാക്റ്റീവ് പൊളാരിറ്റി എന്നാണ് നമ്മൾ പറയുക. ഇനി എന്താണ്, V2 റീഡ്സ് മോർ ദാൻ V1 എന്ന് പറഞ്ഞാൽ സപ്ലൈ വോൾട്ടേജിനേക്കാൾ കൂടുതലാണ് ഇവിടെ കിട്ടുന്നതെങ്കിൽ, ഇതാണ് സപ്ലൈ വോൾട്ടേജ് നമ്മൾ കൊടുത്തത്, ഇത് റേറ്റഡ് വോൾട്ടേജാണ് കൊടുക്കുക. അപ്പോൾ ഈ V1 കൂടുതലാണ് V2 കാണിക്കുന്നത് എങ്കിൽ എന്താണ്, ഇവിടെ നമ്മൾ പ്രൈമറിയും സെക്കൻഡറിയും അല്ലേ ഇതിൻ്റെ ഫ്ലക്സുകൾ തമ്മിൽ അഡിറ്റീവ് ആയിരിക്കും. നേരത്തെ സബ്സ്ട്രാക്റ്റീവ് ആയിരുന്നു, ഇവിടെ അഡിറ്റീവ് ആയിരിക്കും. ഇത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ച് എന്ത് ചെയ്യും, കൂടുതൽ ഇത് എന്താണ്, ഓപ്പോസിറ്റ് എൻഡ്സ് ആർ കണക്റ്റഡ്. ഇങ്ങനെ ഓപ്പോസിറ്റ് എൻഡുകൾ കണക്ട് ചെയ്താലാണ് എന്ത് ചെയ്യുക, അഡിറ്റീവ് ആവുക. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഫ്ലക്സ് ഇതിനെ സഹായിക്കും, ഇവിടെയുള്ള ഫ്ലക്സ് ഇതിനെ സഹായിക്കും. അപ്പോൾ സഹായിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ കൂടുതൽ വോൾട്ടേജ് കിട്ടും. അപ്പോൾ V2 V1 കൂടുതലാണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്തത് എന്തായിരിക്കും അല്ലേ, ഓപ്പോസിറ്റ് എൻഡുകളായിരുന്നു നമ്മൾ കണക്ട് ചെയ്തതെന്ന് മനസ്സിലാക്കുക. നെഗറ്റീവും പോസിറ്റീവും ആയിരിക്കും കണക്ട് ചെയ്തത്. അപ്പോൾ പൊളാരിറ്റി എന്തായിരിക്കും, ഇതായിരിക്കും ഈക്വൽ പൊളാരിറ്റി, ഇതായിരിക്കും നമ്മൾ കണക്ട് ചെയ്യേണ്ട പൊളാരിറ്റികൾ. ഇവിടെ നമ്മളിപ്പോൾ കണക്ട് ചെയ്തത് എന്തായിരിക്കും, ഓപ്പോസിറ്റ് പൊളാരിറ്റികളായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്താണ്, V2 V1 കൂടുതലാണെങ്കിൽ ഓപ്പോസിറ്റ് പൊളാരിറ്റിയാണ് കണക്ട് ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ഓപ്പോസിറ്റ് പൊളാരിറ്റിയാണ് നമ്മൾ കണക്ട് ചെയ്തത് എങ്കിൽ അതിന് നമ്മൾ പറയണത് ഓപ്പോസിറ്റ് എൻഡ്സ് ആർ ഇൻ വൺ സൈഡ് ദ പൊളാരിറ്റി മാർക്കിംഗ്, അതിന് നമ്മൾ അഡിറ്റീവ് പൊളാരിറ്റി മാർക്കിംഗ് എന്നാണ് പറയുക. നേരത്തെ നമ്മൾ സബ്സ്ട്രാക്റ്റീവ് പൊളാരിറ്റിയാണ്, ഇത് രണ്ടും ഒരേ എൻഡുകളാണ് കണക്ട് ചെയ്തത് എങ്കിൽ അതിന് നമ്മൾ സബ്സ്ട്രാക്റ്റീവ് പൊളാരിറ്റിയും, ഇങ്ങനെ ഡിഫറെൻ്റ് എൻഡുകളാണ് ഓപ്പോസിറ്റ് എൻഡുകളാണ് കണക്ട് ചെയ്തെങ്കിൽ, നെഗറ്റീവും പോസിറ്റീവുമാണ് കണക്ട് ചെയ്തെങ്കിൽ ഇവിടെ കൂടുതൽ വോൾട്ടേജ് കാണിക്കും. ആ കണക്ഷൻ നമ്മൾ അഡിറ്റീവ് പൊളാരിറ്റി മാർക്കിംഗ് എന്നുമാണ് പറയുക. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ, ആദ്യം പാരലൽ ഓപ്പറേഷൻ്റെ ആവശ്യകത പറഞ്ഞു അല്ലേ, പിന്നെ അതിൻ്റെ കണ്ടീഷൻസ് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. പാരലൽ ഓപ്പറേഷൻ്റെ കണ്ടീഷൻസ് അല്ലേ, വോൾട്ടേജ് റേറ്റിംഗ് സെയിം ആയിരിക്കണം, ഫ്രീക്വൻസി സെയിം ആയിരിക്കണം, പിന്നെ പൊളാരിറ്റി സെയിം ആയിരിക്കണം, പിന്നെ പേഴ്സൻറ്റേജ് ഇമ്പിഡൻസ് സെയിം ആയിരിക്കണം, പിന്നെ 3 ഫേസ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ അതിൻ്റെ RYB സെയിം ആയിരിക്കണം. പിന്നെ എന്താണ്, എക്സ്പ്ലെയിൻ ഹൗ ടു ഡിറ്റർമൈൻ ദി പൊളാരിറ്റി ടെർമിനൽസ്, എന്താണ് ടെർമിനലിൻ്റെ പൊളാരിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ് എല്ലാവരും കണ്ട് മനസ്സിലാക്കി പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ് അല്ലെ, കറണ്ട് ട്രാൻസ്ഫോമറിനെയും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും, കറണ്ട് എന്താണ് എന്തിനാണെന്നുള്ളതൊക്കെ നമ്മളിതിൻ്റെ മുമ്പ് പഠിച്ചിരുന്നു. ഇവിടെ ഇൻസ്ട്രുമെൻറ്റ്സിൽ പഠിച്ചിരുന്നു. എന്താണ് ഇൻസ്ട്രുമെൻറ്റുകളെ അല്ലേ ഹൈ വോൾട്ടേജിൽ അല്ലെങ്കിൽ ഹൈ കറണ്ടിൽ ചെറിയ ഇൻസ്ട്രുമെൻറ്റ് കണക്ട് ചെയ്യാനും വേണ്ടി കൊടുക്കുന്ന സാധനങ്ങളാണ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ. അത് കറണ്ട് ട്രാൻസ്ഫോമറും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ വോൾട്ടേജ് ട്രാൻസ്ഫോമറും. ഇതിനെ പറ്റിയാണ് അടുത്ത ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് എല്ലാവരും കണ്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി.